ഹായ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൈ പേഴ്സണൽ സ്റ്റോറി. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാൻ ഒരു വാസ്പ് ബൈറ്റിന് ശേഷമാണ് ഇങ്ങനെ ആ സമയം ഉണ്ടായിരുന്നത്. അന്ന് വാസ്പ് കുത്തി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഡിസിൻ ആദ്യം എടുത്തു, ഹോസ്പിറ്റലിൽ പോയി കെയർ എടുത്തു, വീട്ടിൽ വിട്ടു. എന്നിട്ട് രാത്രി ചിലർക്ക് അറിയാലോ, ചിലർക്ക് കുത്തിയാലും പ്രശ്നമില്ല, പക്ഷെ ചിലർക്ക് അലർജിക് റിയാക്ഷൻ അടിക്കും. എനിക്ക് അങ്ങനെ അലർജിക് റിയാക്ഷൻ അടിച്ചു. പാതിരാത്രി 2-3 മണിയായപ്പോൾ എൻ്റെ മുഖവും തൊണ്ടയൊക്കെ കൂടെ തടിച്ചു വന്നു. ബട്ട് ഐ ഹാഡ് മെഡിസിൻസ് ഹാൻഡി. അപ്പം ഞാൻ എടുത്തു, എനിക്ക് ബെറ്ററായി. ഗ്രാജുവലി ഐ പിക്ഡ് അപ്പ്. ഞാൻ പറയുന്നത്, അപ്പോൾ സിൻസ് ഐ വാസ് എ ഡോക്ടർ ഐ കുഡ് മാനേജ് ഇറ്റ്. അപ്പോൾ തന്നെ ഐ ഹാഡ് എമർജൻസി മെഡിസിൻസ്, ബേസിക് മെഡിസിൻസ് ആണ് ഇപ്പോൾ അലർജി വന്നാലുള്ള മെഡിസിൻസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരുടെയും വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. ലൈക്ക് മോസ്റ്റ് ഓഫ് യു വിൽ ബി വർക്കിംഗ് ഒൺലി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ജോലി സ്ഥലത്ത് റൂൾസ് വെച്ച് വിൽ ഹാവ് ടു മെയിൻറ്റെയിൻ ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ബേൺസ് ഉണ്ടായാൽ, കട്ടുണ്ടായാൽ, വൂണ്ടുണ്ടായാൽ, എവിടെയെങ്കിലും വീണാൽ, കാലൊന്ന് മടങ്ങിയ, കണ്ണിലെന്തെങ്കിലും വീണ, കണ്ണിൽ ഇറിറ്റേഷൻ ഉണ്ടായാൽ, ഐ ആം ടെല്ലിങ് ലൈക്ക് യു വിൽ ഹാവ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. അതിന് മുന്നേ ഇപ്പം പനി രാത്രി വന്നിട്ട് ഇപ്പം ഇഫ് യു ആർ സ്റ്റേയിങ് അലോൺ, ഒരു ഹെൽപ്പും ഇല്ല പോകാൻ ഡോക്ടറിൻ്റെ അടുത്ത് എങ്കിൽ, ജസ്റ്റ് ഒരു പനിക്കുള്ള മരുന്ന് കയ്യിലുണ്ടെങ്കിൽ അത് കഴിച്ച് യു ക്യാൻ സർവൈവ് ടിൽ മോർണിംഗ്. അലർജി വന്ന അലർജിക്കുള്ള ബേസിക് ആ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഇൻ്റർവെൽ. അവിടെ ഈ ഗോൾഡൻ പീരീഡ് എന്ന് പറയുമല്ലോ, നമ്മളെ കെയർ ചെയ്യേണ്ട, അതായത് പെട്ടെന്ന് നമ്മളിത് ടാക്കിൾ ചെയ്യേണ്ട സമയം. അത് കാരണം, നമ്മളുടെ ടൈംലി ഇൻവോൾവ്മെൻറ്റ് കാരണം, ഇതിൻ്റെ അവൈലബിലിറ്റി കാരണം, വി വിൽ ബി ഏബിൾ ടു റെഡ്യൂസ് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡെത്ത്, ഡിസബിലിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുഞ്ഞിന് പനി വന്നാൽ, പനിച്ച് രാത്രി വരെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെയെങ്കിൽ, രാവിലെ വരെ അങ്ങനെ കാത്തിരിക്കേണ്ടി വരത്തില്ലേ. I'm telling about those, especially people who need help, remote areas'ൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേറെ സ്ഥലങ്ങളിൽ സർവൈവ് ചെയ്യുന്നവർ, പിന്നെ എൽഡർലി പോപ്പുലേഷൻ, അവർ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുള്ള വീടുകൾ, അല്ലെങ്കിൽ തന്നെ അഡൾട്ട്സ് ആണെങ്കിലും, ലൈക്ക് എമർജൻസീസ് ക്യാൻ ഒക്കെ എനി ടൈം അല്ലേ, എനിവെയർ. അപ്പോൾ മേക്ക് ഷുവർ യു ഹാവ് എ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഹാൻഡി. എന്തെങ്കിലും വന്നാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നിങ്ങൾക്ക്, ആൻഡ് റിമെമ്പർ ഇറ്റ് ഈസ് ഓൺലി ഫസ്റ്റ് എയ്ഡ്. അത് കഴിഞ്ഞ് യു വിൽ ഹാവ് ടു സീക്ക് മെഡിക്കൽ കെയർ. ഫസ്റ്റ് എയ്ഡ് ഒരു കിറ്റ് പ്ലീസ് ട്രൈ ടു മെയിൻറ്റെയിൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ പീരിയോഡിക്കലി അത് ചെക്ക് ചെയ്യുക, എക്സ്പയറി ഡേറ്റൊക്കെ ആയത് റിമൂവ് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ഇതൊരു ഡോക്ടറിനോട് ചോദിച്ച്, ഡോക്ടറിനോട് കൺസൾട്ടേഷൻ എടുത്ത്, യു ഗെറ്റ് ദാറ്റ് ലിസ്റ്റ്, യു ബൈ ദാറ്റ്, കീപ് ഇറ്റ് ഇൻ യുവർ ഹോം ഹാൻഡി. താങ്ക് യു. സീ യു.